everyone, it's me Sabitha Charles from Putturans. Cambricലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാം തന്നെ സമ്മർ കളക്ഷൻ ആണ്. ഞാനിതിൻ്റെ റീസൺ ഒക്കെ നിങ്ങളോട് പറയാറുണ്ട്. ലൈറ്റ് ടോൺ ആണ് വരുന്നതെന്ന് കുറേ പേര് കമൻറ്റ് ചെയ്യണ കണ്ടു. സമ്മർ കളക്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നിടത്തായാലും അധികം തന്നെ നമുക്ക് കിട്ടുന്നത് ഈ ലൈറ്റ് ടോണിലുള്ളതാണ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഈ ഒരു ഡിസൈൻ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊണ്ടുവരുന്നത്. ഒരു സ്ട്രൈപ്പ് പാറ്റേൺ പോലെ തോന്നും. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സ് അതിനകത്ത് കയറിയിട്ടുണ്ട്. ഒരു ഫാബ്രിക്കിനകത്ത് തന്നെ കുറേ കളേഴ്സ് കയറിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള എലഗൻ്റ് ആയിട്ടൊക്കെ നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്ന പോലത്തെ ഫാബ്രിക് തന്നെയാണ്. ലൈറ്റ് ടോണാണ്. ഇതിന് തന്നെ നമുക്ക് 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു എല്ലാത്തിനും ബേസ് ഒരു ക്രീം കളറാണ്. അതിനകത്തേക്ക് കുറച്ച് ലൈൻ പാറ്റേണിലുള്ള കളേഴ്സാണ് പോകുന്നത്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും. എന്നാൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പോലത്തെ ഒരു ലൈനല്ല, അങ്ങനെ ഒരു എന്താ പറയുക കേർവ് ചെയ്യുന്ന പോലത്തെ ഒരു ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്, സോഫ്റ്റ് ആണ്. നമുക്കിത് എന്താ പറയുന്നത്, ക്യാമ്പ്രിക് ആകുമ്പോൾ ആ ഒരു ഫിനിഷിലാണ് വരുന്നത്. 60s by 60s ആണ്. അപ്പോൾ ഒരു സിൽക്കി സ്മൂത്ത് ഫിനിഷിലുള്ള കോട്ടൺ ആണെന്ന് ചിലർക്ക് പറയുന്നത് കാണാം. കോട്ടൺ തന്നെ വേണം, പക്ഷേ ഇങ്ങനെ ഒരു റോ കോട്ടനുള്ള ഫിനിഷ് വേണ്ട, അങ്ങനെ കോട്ടൺ ആണെന്ന് തോന്നുന്നൊരു ഫിനിഷ് വേണ്ട എന്നുള്ളവർക്കൊക്കെ നല്ലൊരു ചോയ്സാണ് ക്യാമ്പ്രിക് എന്ന് പറയുന്നത്. ക്യാമ്പ്രിക് വാങ്ങിക്കുന്ന ഒത്തിരി പേരുണ്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ക്യാമ്പ്രിക് ആകുമ്പോൾ ചിലർക്ക് ഒരു 100 പേരിൽ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ ഒരു 1-2 പേര്, എനിക്ക് തോന്നുന്നു കുറേ വീഡിയോസ് കഴിയുമ്പോൾ ഒരാൾ ഞാൻ പറയാറുണ്ടത് കോട്ടൺ അല്ല എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്യുവർ കോട്ടൺ തന്നെയാണ്. 60s ആണ് ക്യാമ്പ്രിക്കിൻ്റെ ത്രെഡ് വന്നിരിക്കുന്നത്, ത്രെഡ് കൗണ്ട് വന്നിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു പീസ് ബേൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ചെറിയൊരു പീസ് എടുത്തിട്ട്, അപ്പോൾ ആഷ് പൗഡർ ഫോമിൽ തന്നെയാണ് ഇതിൻ്റെ വരുള്ളൂ. അത് ഞാൻ എന്താ പറയുന്നത്, ഓൺലൈനാകുമ്പോൾ നമ്മൾ പറ്റിച്ചു എന്ന് പറയരുതല്ലോ, അതുകൊണ്ട് പറയണതാണ്. എന്താ പ്യുവർ കോട്ടൺ ഐറ്റം പ്യുവർ കോട്ടൺ തന്നെ പറയാറ്. കുറച്ച് പോളിസ്റ്റർ മിക്സ് ഉണ്ടെങ്കിൽ വരെ ഞാനത് പറയാറുണ്ട്. പ്യുവർ കോട്ടൺ അല്ല, പോളിസ്റ്റർ മിക്സ് ആണ്. അധികം പോളിക്കോട്ടനൊക്കെയാണ് അങ്ങനെ വരാറുള്ളത്. ഈ കോട്ടൺ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും തന്നെ പ്യുവർ കോട്ടൺ അല്ലാത്ത ചെയ്യാറില്ല. കാരണം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടല്ലല്ലോ നിങ്ങളിത് വാങ്ങിക്കണത്, ഓൺലൈനിലാണല്ലോ. അപ്പോൾ നമ്മളെല്ലാം തന്നെ പറയാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം ഇത് എങ്ങനെയാണ്. ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഞാൻ പറയുന്ന പോലെ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലാണ് വരുന്നത്. എന്നാൽ നോർമലി നമ്മൾ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു സ്ട്രൈപ്പ് അല്ല, ഇങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു കേർവ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രൈപ്പ് പോലത്തെ ഡിസൈനാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ. ഇതുവരെയും ഇങ്ങനത്തെ ഡിസൈൻ കൊണ്ടുവന്നിട്ടില്ല. ഇത് നമുക്ക് വെച്ചിട്ട് ഈ കോട്ട് സെറ്റൊക്കെ ചെയ്യാവുന്നതാണ്. അതായത് ടോപ്പും ബോട്ടം ഒരുപോലത്തെ ചെയ്ത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ ഈ കോട്ട് സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാം. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. ക്യാമ്പ്രിക് ആണ് കേട്ടോ. 119 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. ക്ലോസ് ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേ ഡിസൈനിൽ തന്നെ വേറെ കളറിൽ ഒരെണ്ണം കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇതിനകത്തും ആ പറഞ്ഞ പോലെ കേർവ്ഡ് ആയിട്ടുള്ള ലൈൻ പോലെയാണ് പോകുന്നത്, അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പോലത്തെ അല്ല. ഈ ഒരു ഡിസൈനാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതും നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക കോട്ട് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. വെച്ച് കാണിക്കുന്നില്ല, കാരണം വെയർ ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ ഡിസൈൻ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കിതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ചിലർ പറയുന്നത് കാണുന്നുണ്ട്, എന്താ പറയുക, ഒരു വീഡിയോയിനകത്ത് കുറേ ഡിസൈൻ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കത് ചെയ്യാനാണ് കുറച്ചും കൂടി എളുപ്പം. കാരണം ഒരു വീഡിയോ എടുത്താൽ മതി. ഒരു വീഡിയോ എടുക്കാൻ തന്നെ കുറേ അധികം അതിൻ്റെ പുറകിൽ കുറേ എന്താ പറയുക പണികളുണ്ട്. നമുക്കിതിനകത്ത് ഓരോ വീഡിയോയ്ക്കും സെപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആക്ച്വലി പണി കൂടുതലാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യാൻ കാരണം എല്ലാ ഡിസൈനും നമ്മൾ വെയർ ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ചും കൂടെയും ചിലരൊക്കെ പറയുന്നുണ്ട് അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ വെയർ ചെയ്യുമ്പോൾ എങ്ങനെ വരികയെന്ന് കാണാമല്ലോ എന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ, ഈ 2 ഡിസൈൻ വെച്ചിട്ട് മാത്രം ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഇതിൻ്റെ കൂടെ ഇനി വേറെ ഡിസൈൻ കെട്ടി കഴിഞ്ഞാൽ അപ്പോൾ എനിക്കത് വെയർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് തന്നെ ചെയ്യുന്നത്. ഒരു വീഡിയോയിൽ 2-3 ഡിസൈൻ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ ആണെങ്കിൽ എനിക്കിപ്പോൾ ഒരു 10 ഡിസൈൻ ഒരുമിച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി ഈസി. കാരണം ഒരു വീഡിയോ തന്നെ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ 4-5 വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം അതാണ്. അതുപോലെ തന്നെ ചിലതിന് പ്രൈസ് ഡിഫറെൻറ്റ് വരുന്നുണ്ട്, ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് ഡിഫറെൻറ്റ് വരുന്നുണ്ട്, ഫാബ്രിക് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. അതുകൊണ്ടൊക്കെയാണ് കുറേ
ഡിസൈൻ ഒരുമിച്ച് നമ്മൾ ചെയ്യാത്തത്. അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കാണാറുണ്ട്. ഇപ്പോൾ ഇത്ര ഡിസൈൻ കാണിച്ചിട്ട് അതിൻ്റെ പ്രൈസ് ഇതാണ്, മറ്റേ കുറച്ച് കളർ കാണിച്ചിട്ട് വേറെ പ്രൈസ് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കതൊരു കൺഫ്യൂഷൻ വരാനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനായാലും ഇത് സെല്ല് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ അവർ ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ പ്രൈസ് ചേഞ്ച് വരാനൊക്കെയുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട്. കുറേ നല്ല കമൻറ്റ്സും അതുപോലെ തന്നെ റിവ്യൂസൊക്കെ കാണാറുണ്ട്. ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ചിങ് ആവശ്യമുള്ളവരും 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. ഇതെല്ലാം നമ്മുടെ ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.